ബോധ്ഗയയിലെ 80 അടി ഉയരമുള്ള പ്രസിദ്ധമായ ബുദ്ധ പ്രതിമ ഗൗതമ ബുദ്ധന്റെ ധ്യാനത്തിലിരിക്കുന്ന രൂപത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധ പ്രതിമകളിൽ ഒന്നായ ഇത് 1989 നവംബറിൽ 14ാമത് ദലാമയാണ് രാജ്യത്തിന് സമർപ്പിച്ചത്. സമാധാനത്തിന്റെയും ബോധോദയത്തിന്റെയും പ്രതീകമായ ഈ പ്രതിമയെക്കുറിച്ച് ലോകത്തിന് മുഴുവൻ അറിയിക്കുക എന്നുള്ളതാണ് ദലാമ ഈ ഒരു സ്റ്റാച്യു കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് മണൽക്കല്ലുകളും ചുവന്ന ഗ്രാനൈറ്റുകളും ഉപയോഗിച്ചാണ്. ബുദ്ധൻ പത്മാസനത്തിൽ ധ്യാനസ്ഥിതിയിൽ ഇരിക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രതിമയുടെ വലതു കൈ ഭൂമിയെ സ്പർശിക്കുന്ന രീതിയിലാണ് ഗൗതമബുദ്ധൻ ബോധോദയം പ്രാപിക്കുന്ന വേളയിൽ താൻ നടത്തിയ പുണ്യപ്രവൃത്തികൾക്ക് ഭൂമിയെ സാക്ഷിയാക്കിയതിനെയാണ് ഈ മുദ്ര പോലും സൂചിപ്പിക്കുന്നത്. ബോധ്ഗയയിലെ മഹാബോധി ക്ഷേത്രത്തിന് സമീപമാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധമതക്കാർക്ക് ഏറ്റവും പവിത്രമായ 4 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബോധ്ഗയ എന്ന് പറയുന്നത്. ഇവിടെ വച്ചാണ് ഗൗതമ ബുദ്ധൻ ബോധോദയം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ഥലം ഇന്റർനാഷണൽ പിൽഗ്രിമേജ് സെന്റർ ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നവർക്ക് വേണ്ടി ഒരു എയർപോർട്ടും നിലകൊള്ളുന്നുണ്ട്. പ്രധാനമായിട്ടും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നവർക്ക് യഥേഷ്ടം ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരുവാനും പൂർണ്ണമായും സമയം വിനിയോഗിക്കുവാനും പറ്റാവുന്ന രീതിയിലാണ് എയർപോർട്ട് പോലും ഇവിടെ സജ്ജീകൃതമായിരിക്കുന്നത്. ഇന്ത്യക്കാർക്ക് സാധാരണ രീതിയിൽ ഈ ഒരു എയർപോർട്ടിലേക്ക് പ്രവേശനമില്ല എന്നുകൂടി ഞാൻ മനസ്സിലാക്കുകയാണ്.